ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നാം ഇവിടെ വായിക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശങ്ങളുടെ ഗ്രന്ഥമാണ്. ഇന്ന് 4-ാം ദിവസം. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികരെ പോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് കടക്കാം. 4-ാം ദിവസം, ആഗസ്റ്റ് 24, 1973. 13. വിശുദ്ധിയുടെ മഹാലക്ഷ്യം. എൻ്റെ മകനെ, നിൻ്റെ ജീവിതം വളരെ വിലയേറിയതാണ്. അതിൻ്റെ ഒരു നിമിഷം പോലും നീ നഷ്ടപ്പെടുത്തരുത്. ആകയാൽ എന്നിൽ ആയിരിക്കുന്നതിന്, എൻ്റെ ഹൃദയത്തിലായിരിക്കുന്നതിന്, എന്നോടുകൂടെ പ്രവർത്തിക്കുന്നതിന്, എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതിന്, എൻ്റെ കണ്ണുകൾ കൊണ്ട് സർവവും കാണുന്നതിന്, എൻ്റെ കരങ്ങൾ കൊണ്ട് അവയെ സ്പർശിക്കുന്നതിന്, എൻ്റെ ഹൃദയം കൊണ്ട് അവയെ സ്നേഹിക്കുന്നതിന് പരിശീലിക്കുക. ഇക്കാര്യത്തെക്കുറിച്ച് നീ നല്ലവണ്ണം ബോധവാനാകുന്ന നിമിഷങ്ങളുണ്ട്, പ്രത്യേകിച്ച് എന്നോടുകൂടെ നീ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ. അപ്പോഴാണ് യഥാർത്ഥത്തിൽ തൻ്റെ അമ്മയുടെ ഹൃദയത്തിൻ്റെ കുഞ്ഞാണ് നീയെന്ന് നിനക്ക് അനുഭവപ്പെടുക. ഞാൻ എൻ്റെ പ്രിയപുത്രന്മാർക്ക് വേണ്ടി സോത്സാഹം ഒരുക്കി വച്ചിരിക്കുന്ന പറുദീസായിലെ നിമിഷങ്ങൾ ഈ വിധം എൻ്റെ ആത്മാവ് അനുഭവിക്കും. പ്രാർത്ഥന കഴിഞ്ഞു വരുമ്പോൾ എല്ലാം മുഷിപ്പിക്കുന്നതും മടുപ്പിക്കുന്നതുമായി നിനക്ക് അനുഭവപ്പെടാം. നിനക്ക് ഞാൻ നൽകുന്ന മറ്റൊരു ദാനമാണിത്. പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും നീ പ്രാർത്ഥനാരൂപിയിലായിരിക്കണം. നിരന്തരം എന്നിൽ വസിച്ചാൽ നീ പ്രാർത്ഥനാരൂപിയിലായിരിക്കും. തന്മൂലം സംസാരിക്കുമ്പോഴും വിനോദത്തിലേർപ്പെടുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നീ എന്നിലായിരിക്കും. എന്തെന്നാൽ നീ എല്ലാം എന്നോടുകൂടെ ചെയ്യുന്നു. വൈദികരുടെ മരിയൻ പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളാകുന്ന എല്ലാ വൈദികരും ഇതുപോലെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ എൻ്റെ വൈദികരായിരിക്കണം. അതെ, അവർ എൻ്റേത് ആയിരിക്കണമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട സമയം മുതൽ അവർ അവരുടേതല്ല. അവരുടെ ജീവൻ, ആത്മാവ്, മനസ്സ്, ഹൃദയ സമ്പാദ്യങ്ങൾ എന്നിവയും അവർ ചെയ്തിട്ടുള്ള തെറ്റുകളും അവരുടെ പോരായ്മകൾ പോലും എൻ്റേതത്രേ. അവ എൻ്റെ വകയാണ്. എൻ്റെ വിമല ഹൃദയം പരമപരിശുദ്ധമായ അഗ്നിയുടെ ചൂളയാകുന്നു. അത് എല്ലാറ്റിനെയും ഉജ്ജ്വലിപ്പിക്കുന്നു, എല്ലാ ന്യൂനതകളെയും എരിയിച്ചു കളയുന്നു, എല്ലാറ്റിനെയും രൂപാന്തരപ്പെടുത്തുന്നു. ഈ വൈദികർ എൻ്റേതാകിയാൽ അവരെ നയിക്കാൻ അവർ എന്നെ അനുവദിക്കണം. നിഷ്കപടതയോടും ചൈതന്യത്തോടും കൂടെ അവർ അതിന് അനുവദിക്കണം. അതിന് അവർ തങ്ങളെ തന്നെ പരിശീലിപ്പിക്കണം. വിശുദ്ധിയാകുന്ന മഹാലക്ഷ്യത്തിലേക്ക് ഒരമ്മയെപ്പോലെ അവരെ നയിക്കുന്നതാണ് എൻ്റെ ആനന്ദം. അവർ തീക്ഷ്ണമതികളായിരിക്കേണ്ടതിന് ഞാൻ അവരെ നയിക്കുന്നു. സുവിശേഷത്തോട് വിശ്വസ്തമായി എൻ്റെ പുത്രൻ യേശുവിനോട് അതിയായ സ്നേഹം അവർക്കുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരുണ്യത്തിൻ്റെ മഹത്തായ സംവിധാനത്തിനു വേണ്ടി അവർ എൻ്റെ കരങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കണം. അവർ വഴി അസംഖ്യം ആത്മാക്കളെ ഞാൻ രക്ഷിക്കും. അവർ എൻ്റെ ആനന്ദമായിരിക്കും. എൻ്റെ വിമലവും ദുഃഖിതവുമായ ഹൃദയത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കിരീടമായിരിക്കും. എൻ്റെ ഹൃദയമാകട്ടെ തിരുസഭയുടെയും മനുഷ്യവർഗം മുഴുവൻ്റെയുമുള്ള രക്ഷയ്ക്കുള്ള ഉപാധിയായിരിക്കും. ആഗസ്റ്റ് 28, 1973. 14. ലോകത്തിൻ്റെ മേൽ രാത്രി നിബന്ധിച്ചു കഴിഞ്ഞു. മകനെ, ലോകത്തിൻ്റെ മേൽ രാത്രി വന്നു കഴിഞ്ഞു. അന്ധകാരത്തിൻ്റെ സമയമാണിത്. സാത്താൻ്റെ മണിക്കൂറാണിത്. അവൻ്റെ ഏറ്റവും വലിയ വിജയ സമയമാണിത്. എൻ്റെ പുത്രന് എതിരായി ചെയ്യുന്ന കടുത്ത ദ്രോഹങ്ങൾക്ക് പോലും പറയപ്പെടുന്ന ഭീകരമായ ദൈവദൂഷണങ്ങൾക്കും പരിഹാരമായി നീ നടത്തിയ പ്രാർത്ഥനകളും അർപ്പിച്ച കഷ്ടതകളും ഞാൻ എത്ര സന്തോഷപൂർവ്വം സ്വീകരിച്ചു. എൻ്റെ ദിവ്യസുതൻ യേശു തൻ്റെ പരസ്യ ജീവിതത്തിലോ മരണത്തിന് വിധിക്കപ്പെട്ടപ്പോഴോ ആ വിധി നടപ്പിലാക്കിയപ്പോഴോ ഇത്രമാത്രം അപമാനിതനായിട്ടില്ല. സാൻഹദ്രീൻ സഭയുടെ മുൻപിലും അവൻ്റെ മേൽ കുറ്റം ചുമത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അവൻ്റെ മുഴുവൻ ജീവിതവും അത്രമാത്രം സ്വച്ഛന്തവും നിർമ്മലവുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ്റെ ശുദ്ധതയെ അവർ വെല്ലുവിളിക്കുന്നതിന് ഒരുമ്പിടുന്നു. സ്വർഗലോകമാകമാനം സംഭ്രമജനകമാണിത്. ഇത് വിശ്വസിക്കാൻ സ്വർഗവാസികൾക്ക് കഴിയുന്നില്ല. അത്ര കണ്ട് ഭീകരവും പൈശാചികവുമായ ദൈവനിന്ദയാണ് അവർ പറഞ്ഞു വരുത്തുന്നത്.
ഇത്രത്തോളം താഴാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞു? എത്ര ഉഗ്രവും! ഇപ്പോൾ അനിവാര്യമായ ഒരു കൊടുങ്കാറ്റാണ് പാവപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ മേൽ ആഞ്ഞടിക്കാൻ പോകുന്നത്. മാർപ്പാപ്പ സഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തന്നെ അഗ്നിക്കിരയാക്കുകയും കൊല്ലുകയും ചെയ്യുന്ന കുരിശിലാണ് അദ്ദേഹം. അദ്ദേഹം വീണ്ടും സംസാരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം മരുഭൂമിയിലാണ് കേൾക്കുന്നത്. എൻ്റെ സഭ ഒരു മരുഭൂമിയേക്കാളുപരി ഫലശൂന്യായി തീർന്നിരിക്കുന്നു. വൈദികരെ, ഞാനിപ്പോൾ എൻ്റെ പ്രസ്ഥാനത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുന്ന വൈദികരെ, നിങ്ങൾ മാർപ്പാപ്പയോട് ചേർന്നുകൊണ്ട് സാത്താൻ്റെ ഈ മുന്നേറ്റത്തെ ചെറുക്കുക. അവന് ശക്തമായ ഒരു പ്രതിബന്ധം സൃഷ്ടിക്കുക. നിങ്ങൾ മാർപ്പാപ്പയുടെ വാക്കുകൾ പ്രചരിപ്പിക്കണം. നിങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിക്കണം. കാരണം ചരിത്രത്തിലെ ഏറ്റവും ഉഗ്രമായ കൊടുങ്കാറ്റിൻ്റെ മധ്യേ അദ്ദേഹം തൻ്റെ കുരിശിനെ വഹിക്കേണ്ടിയിരിക്കുന്നു. ചവിട്ടിമെതിക്കപ്പെടുന്ന എൻ്റെ പുത്രൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ ജീവനും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ രക്തം കൊണ്ടും എൻ്റെ പുത്രൻ്റെ ബഹുമാന്യതയെ നിങ്ങൾ കാത്തുസൂക്ഷിക്കണം. ലോകത്തെ വിധിക്കേണ്ടതിനും കുറ്റവാളിയായി പ്രഖ്യാപിക്കേണ്ടതിനും നിങ്ങളുടെ ധർമ്മമത്രേ. എന്തുകൊണ്ടെന്നാൽ എക്കാലത്തേക്കാളും ഉപരിയായി അത് ദുഷ്ടാരൂപിയുടെ പിടിയിൽ അമർന്നു പോയിരിക്കുന്നു. എനിക്ക് പ്രതിഷ്ഠിതരായ വൈദികരെ, ആർത്തനാദത്തിന് പ്രത്യുത്തരം നൽകുക. ഉദാരമതികളായിരിക്കുക. സമയം നിർണായകമായിരുന്നുകൊണ്ട് നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ട്. ആഗസ്റ്റ് 29, 1973, 15. എൻ്റെ എല്ലാ വൈദിക സുതർക്കും വേണ്ടി. എൻ്റെ മകനെ, ഞാൻ നിന്നോട് പറയുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല. പ്രത്യുത ഞാൻ സവിശേഷമായി സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ വൈദിക മക്കൾക്കും വേണ്ടിയുള്ളതത്രേ. സർവോപരി അവ വൈദികരുടെ മരിയൻ പ്രസ്ഥാനത്തിലെ വൈദികർക്ക് വേണ്ടിയുള്ളതാണ്. അവരെ ഞാൻ ആർദ്രമായി സ്നേഹിക്കുന്നു. അവരുടെ മഹത്തായ ദൗത്യത്തിന് ഒരുക്കുവാൻ വേണ്ടി അവരെ രൂപവൽക്കരിക്കുന്നതിനും കൈക്ക് പിടിച്ച് അവരെ നയിക്കുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ഒരു ചെറു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. അത് അച്ചടിക്കുന്നതിന് വേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ഒട്ടും ബന്ധപ്പെടേണ്ട. നിന്റെ കുമ്പസാരക്കാരൻ വേണ്ടതെല്ലാം ചെയ്തുകൊള്ളും. ഈ കൊച്ചു പുസ്തകം കഴിയുന്നതും വേഗത്തിൽ വൈദികരുടെ ഇടയിൽ പ്രചരിപ്പിക്കണം. എൻ്റെ അജേയമായ സൈന്യത്തിന് രൂപം കൊടുക്കുന്നതിന് വേണ്ടി അവർ എല്ലായിടത്തും നിന്നും ഒരുമിച്ച് കൊണ്ടുവരുന്നതിനുള്ള ഉപാധിയായിരിക്കും ഈ പുസ്തകം. എൻ്റെ മകനെ, എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. സെപ്റ്റംബർ 19, 1973. ലാസലേത്ത് മാതാവിൻ്റെ തിരുനാൾ. 16. അമ്മ സ്നേഹിക്കപ്പെടണം, അവളുടെ ഹിതമനുസരിച്ച് ജീവിക്കണം. എൻ്റെ മകനെ, നീ എൻ്റെ ഹൃദയത്തിലായിരിക്കുക. ഇന്നു നീ എന്തു പറയണമെന്നതിനെപ്പറ്റി ഒന്നും തന്നെ ചിന്തിക്കേണ്ടതില്ല. ഞാൻ തന്നെ നിന്നിലൂടെ എൻ്റെ ഈ മക്കളോട് സംസാരിക്കും. എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ അവരോട് പറയും. കഠിനമായ ഹൃദയ വരൾച്ചയിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും അവർ വിമുക്തി പ്രാപിക്കുന്നതിന് ഞാൻ അവരെ സഹായിക്കും. എൻ്റെ സാധുമക്കൾ, എന്നെപ്പറ്റിയുള്ള ദീർഘിച്ചതും അവ്യക്തവുമായ പ്രസംഗങ്ങൾ കേൾക്കാൻ ദിവസം മുഴുവൻ നിങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്നു. എന്നാൽ അതിൻ്റെ ഫലമോ അവ ഹൃദയത്തിൽ വരൾച്ച ഉളവാക്കുകയും മനസ്സിനെ ക്ഷീണിപ്പിക്കുകയും എന്നോടുള്ള പുതൃസഹജമായ സ്നേഹത്തിൻ്റെ പ്രചോദനങ്ങൾ പോലും ഇല്ലാതായിത്തീരുകയും ചെയ്യുന്നു. നിൻ്റെ അമ്മയെപ്പറ്റി പഠിക്കുന്നതിനേക്കാളുപരി അവളെ സ്നേഹിക്കുകയും അവളുടെ ഹിതമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. പ്രാർത്ഥന എത്രയോ കുറവ്. രാവിലെ പരിശുദ്ധ കുർബാന, വൈകിട്ട് ധൃതിയിൽ ജപമാല, ഇത്രമാത്രം. എന്നാൽ ദിവസം മുഴുവൻ സംസാരം തന്നെ, എപ്പോഴും സംസാരം. എന്നെ ബഹുമാനിക്കുന്നതിന് ഒരുവൻ കൂടുതൽ പ്രാർത്ഥിക്കണമെന്നും കുറച്ച് സംസാരിക്കണമെന്നും നിന്നിലൂടെ അവരോട് ഞാൻ പറയും. എൻ്റെ പുത്രന്മാരുടെ ഹൃദയങ്ങളും ആത്മാക്കളും എനിക്ക് വേണം. അവയെ എന്നോടുള്ള സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വൈദിക പ്രസ്ഥാനത്തെപ്പറ്റി അവരോട് സംസാരിക്കുക. ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ചില നല്ല വൈദികരുണ്ട്. അവരെ ഈ ഉദ്ദേശത്തോടു കൂടി ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. എൻ്റെ പ്രസ്ഥാനത്തിൽ ചേർക്കുന്നതിന് വേണ്ടി കുറേ നാളുകളായി ഞാൻ ഒരുക്കിക്കൊണ്ടുവന്ന സുന്ദരാത്മാക്കളാണ്. ഈ വൈദികർ വരണ്ട ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ തങ്ങൾ ആഹ്വാനം ചെയ്യപ്പെടുന്നതിനു വേണ്ടി അവർ കാത്തിരിക്കുകയത്രേ. അവർ എൻ്റെ ആഹ്വാനത്തെ സ്വാഗതം ചെയ്യുകയും എൻ്റെ പ്രസ്ഥാനത്തിൽ ചേരുകയും ചെയ്യും. സമയം ആസന്നമായിരിക്കുന്നു മകനെ, ധൃതിയാണ്. അതുകൊണ്ടാണ് നീ ഇവിടെ ഈ സമ്മേളനത്തിൽ ആയിരിക്കണമെന്നത് ഞാൻ ആഗ്രഹിച്ചത്.
ഇതിനുവേണ്ടി നിന്റെ ക്ഷീണവും സഹനവും നീ അർപ്പിക്കണം. അനാവശ്യമായ ദൈവശാസ്ത്ര സംവാദങ്ങളിൽ ഏർപ്പെട്ട് നിന്റെ സമയം നീ പാഴാക്കരുത്. നാളെ നീ എക്സിലേക്ക് പോകണം. അവിടെ നിരന്തര പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും എന്നോട് ഐക്യപ്പെട്ട് നീ കുറേ ദിവസങ്ങൾ ചിലവഴിക്കണം. ഇത് വൈദികരുടെ മരിയൻ പ്രസ്ഥാനത്തിൻ്റെ പ്രഥമ സമ്മേളനത്തിന് ഒരുക്കമായിട്ടാണ്. ഇവരാണ് എൻ്റെ വൈദികർ. സാൻ വിറ്റോറിനോ, സെപ്റ്റംബർ 23, 1973, 17. പ്രാർത്ഥനയിലും ഞാനുമായുള്ള ഐക്യത്തിലും ചെലവഴിച്ച ദിവസങ്ങളുടെ അവസാനത്തിൽ നീ എത്തിച്ചേരുകയാണ്. എത്രയേറെ കൃപാവരങ്ങളാണ് ഞാൻ നിനക്ക് നൽകിയത്. എவ்விധമാണ് ഞാൻ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് നിന്നെ നയിച്ചത്. എൻ്റെ മകനെ, ഒരമ്മയുടെ മാധുര്യം എങ്ങനെ നിനക്ക് അനുഭവപ്പെട്ടു. എന്നാൽ ഇത് നിനക്ക് വേണ്ടി മാത്രമല്ല, നാളത്തെ പ്രഥമ സമ്മേളനത്തിന് ഇവിടെ വരുന്ന എൻ്റെ വൈദിക പ്രസ്ഥാന അംഗങ്ങളായ നിൻ്റെ സഹോദരന്മാർക്കും വേണ്ടിയത്രേ. ഞാൻ നിന്നിലൂടെ അവരോട് സംസാരിക്കും. ഞാൻ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുവെന്ന കാര്യം ഞാൻ അവരോട് പറയും. എനിക്ക് അവർ സമർപ്പിച്ച പ്രതിഷ്ഠ വഴി അവർ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ പ്രവേശിക്കും. ഒരു മാതാവിന് മാത്രം സ്വന്തം മക്കളോട് കാണിക്കാവുന്ന സ്നേഹത്തിൻ്റെ മാധുര്യം അവരെ ഞാൻ അനുഭവിപ്പിക്കും. നാളെ വരുന്നവരുടെ കുറേ നാളുകളായി ഞാൻ വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരുന്നു. സ്വന്തം വീട്ടിലേക്കെന്നുള്ള അനുഭവം അവർക്ക് വേഗം ഉണ്ടാകും. തങ്ങൾ എപ്പോഴും പരസ്പരം അറിഞ്ഞിരുന്നുവെന്നും പരസ്പരം സ്നേഹിച്ചിരുന്നെന്നും അവർക്ക് തോന്നും. എൻ്റെ മഹത്തായ പ്ലാൻ സാക്ഷാത്കരിക്കുന്നതിന് കുറേ കാലങ്ങളായി ഞാൻ സജ്ജമാക്കിക്കൊണ്ടിരുന്ന രഹസ്യ സംവിധാനം ഇപ്പോൾ പരസ്യമായിരിക്കുന്നു. എൻ്റെ വൈദികരുടെ പ്രസ്ഥാനം നിർണായകമായ യുദ്ധത്തിന് വേണ്ടിയുള്ള എൻ്റെ ആ സൈനിക വ്യൂഹം തയ്യാറായി കഴിഞ്ഞു. വിജയം അതിനാണെന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവർ തങ്ങളെ തന്നെ സജ്ജീകരിക്കണം. അവർ ഒരുങ്ങി നിൽക്കണം. എൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ അവർ ഒരുങ്ങിയിരിക്കണം. കാരണം ഞാൻ അവരെ വേഗം വിളിക്കും. അത് സ്വീകരിക്കുന്നതിന് അവർ തയ്യാറായിരിക്കണം. എൻ്റെ പുത്രൻ്റെയും എൻ്റെയും തിരുസഭയുടെയും നേർക്കുള്ള അന്തിമമായ ആക്രമണത്തെ നേരിടുന്നതിന് അവരെ ഞാൻ ഉപകരണമാക്കാൻ വേണ്ടി അവർ തങ്ങളെ തന്നെ സ്വയം സജ്ജമാക്കണം. മുഴുവനായി ദുഷിച്ചുപോയ ഈ ലോകത്തിൻ്റെ ഉപ്പാണവർ. എല്ലാറ്റിനെയും ആവരണം ചെയ്യുന്ന അന്ധകാരത്തിൽ പ്രകാശിക്കുന്ന ദീപങ്ങളാണവർ. യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ സന്നദ്ധരായിരിക്കണം. എന്തെന്നാൽ എൻ്റെ എതിരാളി അവൻ്റെ സൈന്യത്തെ അവരുടെ മേൽ ഇളക്കിവിടും. അവർ പരിഹസിക്കപ്പെടും, പുച്ഛിക്കപ്പെടും, മർദ്ദിക്കപ്പെടും. അതിൽ ചിലരെ അവർ വധിക്കുക പോലും ചെയ്യും. എന്നാൽ ഞാൻ സദാസമയം അവരോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ അവരെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും അവരെ സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒരു അമ്മയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതുപോലെ അവരുടെ കണ്ണുനീരെല്ലാം ഒപ്പുകയും ചെയ്യും. പരിശുദ്ധ പിതാവിനെ സംരക്ഷിക്കുന്നതിന് അവർ സന്നദ്ധരാകണം. പരിശുദ്ധ പിതാവ് തിരുസഭയുടെ കുരിശു വഹിക്കുന്നത് തീർത്തും ഏകാഗിയായിട്ടാണ്. കാൽവരിയിലേക്ക് കുരിശും ചുമന്നുകൊണ്ട് പോയപ്പോൾ യേശുവിൻ്റേതുണ്ടായിരുന്നതുപോലെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥ അദ്ദേഹത്തിനും ഉണ്ടാകുന്ന സമയം വരുന്നു. അപ്പോൾ എൻ്റെ പുത്രന്മാർ അദ്ദേഹത്തിൻ്റെ സമാശ്വാസവും സംരക്ഷണവുമായിരിക്കും. തിരുസഭയുടെ ഏറ്റവും ഉഗ്രമായ പോരാട്ടത്തിൽ അവരെല്ലാം എന്നോട് കൂടെ ആയിരിക്കും.